ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമായിട്ട് തിരുവനന്തപുരം വരെ പോകണം. ഞാനും എൻ്റെ സിസ്റ്ററും കൂടിയാണ് പോകുന്നത്. അവൾ കൊട്ടാരക്കരയാണ് സ്ഥലം. ഞങ്ങളങ്ങനെ ആയൂരാണ് കണ്ടുമുട്ടുന്നത്. അങ്ങനെ ഞാൻ ബസ്സിലൊക്കെ കയറി ആയൂർ വന്നു ഒരു അരമണിക്കൂറോളം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിട്ടും പുള്ളിക്കാരി വന്നിട്ടില്ലായിരുന്നു. പുള്ളിക്കാരി ഏതോ ബസ്സിൽ കയറി, പ്രിയദർശിനി ബസ്സിൽ കയറി. ഭയങ്കര സ്ലോ ആയിട്ടായിരുന്നു ബസ് വന്നത്. ഞാൻ അവിടെ നിന്നപ്പോൾ തന്നെ ഒരു 5-6 തിരുവനന്തപുരം ബസ് പോയിരുന്നു. പുള്ളിക്കാരിയെ വിളിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു വരുക 10 മിനിറ്റ് 15 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്നിട്ടും വന്നില്ല. പിന്നെ പുള്ളിക്കാരിയുടെ ബസ് ഭയങ്കര സ്ലോ ആയിരുന്നു. അങ്ങനെ മഴയൊക്കെ ചെറുതായിട്ട് പെയ്തു. അങ്ങനെ പുള്ളിക്കാരി വന്നു ഞങ്ങൾക്ക് ബസ് കിട്ടി, തിരുവനന്തപുരം ബസ് കിട്ടി. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. ഞാൻ ആദ്യമായിട്ട് ഇത്രയും കറങ്ങിയാണ് ബസ് പോകുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. തിരുവനന്തപുരം ബസ് കണ്ടു, ചാടി കയറി. ഇത്രയും നല്ലപോലെ കറങ്ങി തിരിഞ്ഞു പോകുന്ന ബസ്സാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതോ ഇനി അവിടെ എങ്ങാണ്ട് പണി നടക്കുന്നു അതുകൊണ്ടാണെന്നും അറിയില്ല. ഞങ്ങൾക്ക് പാളയത്താട്ടോ ഇറങ്ങേണ്ടത്. അങ്ങനെ ഞങ്ങൾ പാളയത്ത് ഇറങ്ങിയ സമയത്ത് അവിടെ കുറേ പുസ്തകങ്ങളുടെ ഒരു കലവറ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഓരോരുത്തർ നമ്മളെ വിളിച്ചു. അങ്ങനെ നമ്മളൊരു ഷോപ്പിൽ കയറി. അവിടെ ചെന്നപ്പോൾ അതാണ്ട് പുസ്തകങ്ങൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് ഓടാൻ തോന്നി. കാരണം എല്ലാം വായിക്കാൻ ആഗ്രഹമുള്ള പുസ്തകങ്ങളായിരുന്നു അവിടെ ഇരുന്നത്. അതിൽ കുറേയൊക്കെ വായിച്ചിട്ടുണ്ട്, എന്നാലും കുറേ ഉണ്ടായിരുന്നു വായിക്കാൻ. ഞാനതിലൊരു മണവാട്ടി എന്ന് പറഞ്ഞ പുസ്തകം എടുത്തു. പക്ഷേ ഭയങ്കര റേറ്റാട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. സമയം പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോയിൽ കയറി. പുള്ളിയെടുത്ത് പറഞ്ഞു പുളിമൂടാണ് പോകേണ്ടതെന്ന്. പുള്ളി പറഞ്ഞു അവിടെയല്ല, വഞ്ചിയൂർ എന്ന സ്ഥലത്താണ്, ഫാർമസി കൗൺസിലിൻ്റെ ആട്ടോ പോകേണ്ടത്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഫാർമസി കൗൺസിലിൽ ചെന്നു. അപ്പം നമുക്ക് പുള്ളി കറക്റ്റായിട്ട് നമ്മളെ കൊണ്ട് ചെന്നു. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവിടെ നമ്മളെ വഞ്ചിയൂർ എന്ന സ്ഥലത്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ സംസം ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. മന്തിയാണ് കഴിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് അവിടുത്തെ ഒരു ഹോട്ടലിലെ ബോയോട് ചോദിച്ചു ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്, നമുക്ക് അറിയില്ലല്ലോ എങ്ങോട്ടാണെന്ന്. അങ്ങനെ പുള്ളി ഈ റോഡ് കാണിച്ചിട്ട് ഇതെന്തോ PGM സ്റ്റേഡിയത്തിൻ്റെ സൈഡിൽ കൂടെ റോഡാട്ടോ. അങ്ങനെ ആ റോഡേ ഞങ്ങൾ നടന്നു. 30 രൂപ പോയിൻ്റായിരുന്നു ഓട്ടോ പറഞ്ഞത്. അപ്പം പിന്നെ നടക്കാൻ കഴിച്ചതല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞങ്ങൾ നടന്നു. അങ്ങനെ നടന്ന് നിയമസഭയൊക്കെ കണ്ട് കുറേ നടന്നു കേട്ടോ. നടന്നിട്ടും ഒന്നും നമുക്ക് എന്താ പറയുക എത്തുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞ് കുറച്ച് ഫോട്ടോയും വീഡിയോയും എടുത്തിട്ട് ഭയങ്കര വെയിലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ബസ് കിട്ടി. ആ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ നേരെ ആയൂർ വന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഒരു കോഫി കുടിച്ചു. പിന്നെ അവൾ പെട്ടെന്ന് ബസ് കിട്ടി, അവളങ്ങ് പോയി. പിന്നെ ഞാൻ തിരിച്ച് നടന്ന് ആയൂർ എനിക്ക് പോവേണ്ട പുനലൂരോട്ട് പോകേണ്ട സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് ഒരു ബസ് വന്നു, പത്തനാപുരം ബസ്. ഞാൻ കരുതി പുനലൂർ പോകുന്നതാണെന്ന് കരുതി അതിൽ ചാടി കയറി. പെട്ടെന്ന് കയറിയിരുന്നു, സീറ്റൊക്കെ കിട്ടിയ സന്തോഷത്തിൽ കയറിയിരുന്നു. പിന്നെയാണ് അറിയുന്നത് ഇത് കറങ്ങി തിരിഞ്ഞ് പോകണ ബസ്സാണെന്ന്. അങ്ങനെ പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.